ഒരു CNG കണ്ടെത്തലോ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു സംഗതിയിൽ അസാധാരണമായ സാഹചര്യത്തിൽ എടുത്ത നടപടികളിൽ ഇങ്ങനെ ഒരു ടൈറ്റ് ഓഡിറ്റ് വേണ്ട, ചില ഇളവുകൾ വേണം എന്നാണോ? ഈ ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയെ കുറിച്ചാണല്ലോ അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ അഷീൽ ആണ്, മുഹമ്മദ് അഷീൽ. ഒരു പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അദ്ദേഹം എന്നാണ് എനിക്ക് വ്യക്തിപരമായ അനുഭവം. കാരണം ആ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് മാധ്യമങ്ങൾക്കുൾപ്പെടെ ജേർണലിസ്റ്റുകൾക്കുൾപ്പെടെ ഇതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ ഒരു രോഗത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് അറിയില്ല. ഓരോ മാധ്യമ പ്രവർത്തകനെയും ചർച്ചയിൽ വന്നിരുന്ന് അത് പഠിപ്പിക്കുകയായിരുന്നു അഷീൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് എത്ര ക്ഷമയോടെ എത്ര വൃത്തിയായിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് നമുക്കറിയാം. അത് അത്ര ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം പോലും അത് പഠിക്കുകയാണ്. ആ ഒരു രോഗത്തെ പഠിക്കുകയാണ്. ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ പോലും അത് വേണം എന്ന് ഉറച്ചു പറയാവുന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. ഞാൻ പറയുന്ന അഷീൽ ആ ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ ഈ കേസ് വരുന്നത്. അതെന്തായിരിക്കും ഉണ്ടാവുക? എന്തായിരിക്കും കേസ് ഉണ്ടാവുക? ചിലപ്പോൾ ബില്ല് ഉണ്ടാവില്ല, മുൻകൂർ അനുമതി ഉണ്ടാവില്ല, കൊട്ടേഷൻ വിളിച്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആളുകൾ മരിച്ചുകൊണ്ട് വരുമ്പോൾ കൊട്ടേഷൻ വിളിക്കാൻ പോവല്ല. അന്ന് ഈ പ്രശ്നം ആരും ഇതിനെപ്പറ്റി ആക്ഷേപം ഉയർത്തിയിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് കിട്ടിയിട്ടുള്ളൊരു ഗുഡ് വില്ലുണ്ട്. ആ ഗുഡ് വില്ല് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ കിട്ടിയൊരു ഗുഡ് വില്ലാണ്. അത് കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ UDFുകാർ ഒരിക്കലും തയ്യാറായിട്ടില്ല. അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഒട്ടും തയ്യാറായിട്ടില്ല. കിറ്റ് വിജയൻ, സീസറമ്മ എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കലായിരുന്നു അവരുടെ പ്രധാന പണി. അതായത് അതിനെ കൗണ്ടർ ചെയ്യാൻ അവരുടെ മുമ്പിൽ ഒന്നുമില്ല. UDFിൻ്റെ മുമ്പിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുതൽ ഇങ്ങ് താഴേക്കിടയിലുള്ള KSUകാർ വരെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് അവർ ഉള്ളിൽ കിടക്കുക, അതാണ് ഈ കേസായിട്ട് വരുന്നത്. അതല്ലാതെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെന്നോ, ഇതിപ്പോൾ അന്വേഷിച്ച അഷീലിനെയും ശൈല ടീച്ചറെയും തൂക്കിക്കൊല്ലുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. ആ ഒരു കോംപ്ലക്സ് മാറ്റാൻ വേണ്ടി ചെയ്യുന്നൊരു കേസായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതല്ലാതെ ഇതിൽ ഒന്നും കണ്ടെത്താനും പറ്റില്ല, ഒന്നും കണ്ടെത്താനും കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.